നാടിന്റെ കാഴ്ചകളാട്ടോ അത്. ഇപ്പൊ ഞാനിപ്പോ ഇത് കണ്ടോ, ഇത് പെരിയാർ വാലി മെയിൻ കനാലാണ്. ഇപ്പൊ ശരിക്കും ഞാൻ ഇപ്പൊ പോണേ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ വേറൊരു ഏജൻസിയിലേക്ക് മാറി. അപ്പൊ ആ ഏജൻസി തപ്പി പോണേയാണ്. ഇപ്പൊ പുതിയ സ്കീം അനുസരിച്ച് വേറെ ഏജൻസിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ഏജൻസി നോക്കി ഞാൻ പോവാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ കാഴ്ചകളാണിത്. ഒരു ടിപ്പിക്കൽ ഗ്രാമപ്രദേശം തന്നെയാണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ കനാലിന്റെ സൈഡിൽ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ ജംഗ്ഷനിലേക്ക് ചെല്ലണേ. നമ്മൾ ഈ ചെല്ലുന്ന ജംഗ്ഷന്റെ പേര് അടിയോടി എന്നാണ്. അടിയോടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, KG അടിയോടി മുൻ മന്ത്രിയുടെ പേരിലുള്ള ആ ഒരു ജംഗ്ഷനാണ്. അതൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ നമ്മൾ ആ ജംഗ്ഷനിലേക്ക് കുറച്ച് കാഴ്ചകളുണ്ടോടെ. ഇവിടെ കണ്ടോ, ഈ കനാൽ ഇവിടെ രണ്ടായിട്ട് തിരിയാ. ഒരു വലിയ കനാലും തിരിയാ. ഇത് ഹൈ ലെവൽ കനാലാണ്, ഇത് ലോ ലെവൽ കനാല്. അതുപോലെ അവിടെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. അടിയോടി ഓക്സിജൻ ബയോ ഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടോ. അവിടെ ഓപ്പൺ ജിമ്മാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ജിമ്മിലെ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. രണ്ട് കനാലുകൾ കൂടുന്ന ആ ഒരു കാഴ്ചകൾ ഇതാണ്. ഇത് രണ്ട് വലിയ കനാല് രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് കോലഞ്ചേരി ഭാഗത്തേക്കാണ് പോകുന്നത്, ഒന്ന് നമ്മുടെ റിഫൈനറി ഭാഗത്തേക്ക്. അപ്പം ഞാൻ ഹൈ ലെവൽ എന്ന് പറഞ്ഞ കനാല് കോലഞ്ചേരി ഭാഗത്തേക്കും മെയിൻ കനാല് റിഫൈനറിയിലേക്ക് സൈഡിലേക്കുമാണ് പോകുന്നത്. അപ്പം ആ കനാല് തിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ആ കനാൽ രണ്ടായിട്ട്, ഈ ഒരു കനാൽ തിരിഞ്ഞ് രണ്ടായിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു ആദ്യം കണ്ട ആ ഷട്ടറൊക്കെ ഉദ്ഘാടനം ചെയ്തത് KG അടിയോടി എന്നുള്ള പഴയ ജലസേന വകുപ്പ് മന്ത്രിയാണ്. അതുകൊണ്ടാണ് ആ ഒരു ജംഗ്ഷന് അടിയോടി എന്ന പേര് വന്നിരിക്കുന്നത്. പോണ വഴിക്ക് ഒരു കാഴ്ചകൾ ഇതൊക്കെയാണോ. ഇതുണ്ടോ, ഈ നമ്മുടെ ചെറിയ കനാലുകളുടെ അവിടെയൊക്കെ ഇത് അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇതുങ്ങൾ ക്ലീൻ ചെയ്താലാണ് ഏകദേശം ഡിസംബറോടുകൂടി ഈ കനാലിന്റെ വെള്ളം വരും എന്നാണ് ഒരു പ്രതീക്ഷ. പോകുന്ന വഴികളിലെ കാഴ്ചകൾ നല്ല പച്ചപ്പുള്ള സാധാ ഒരു ടിപ്പിക്കൽ ഗ്രാമാന്തരീക്ഷമാണ്. വഴിയിലെ കാഴ്ചകളുണ്ട്. ചെറിയ സാധാരണ നാട്ടുവഴികളാണ്. പണ്ട് വഴികളായിരുന്നു, നാട്ടുവഴികളായിരുന്നു. കാലക്രമേണ വീതിയുള്ള റോഡായി, വലിയ കെട്ടിടങ്ങളായി. മെയിനായിട്ട് ഈ സ്ഥലത്ത് ഒരു കൃഷി എന്ന് വെച്ചാൽ റബ്ബർ തന്നെയാണ്. അതിൻ്റെ ഒപ്പം കന്നാര കൃഷിയുണ്ട്. ഏകദേശം 30 വർഷം മുമ്പുള്ള കാഴ്ചകളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലാത്ത കാഴ്ചകളാണ് ഈ ഒരു വഴിയിൽ. കുറച്ച് പുതിയ വീടുകളും അതേപോലെ തന്നെ പുതിയ ടൈപ്പ് കാലത്തിന്റെ വീടുകൾ വന്നിട്ടുള്ളത് മാത്രമാണ് ഈ ഒരു വഴിയിലെ പ്രത്യേകത. നല്ല രസമുള്ള കാഴ്ചകളിൽ ഈ വഴിയും മൊത്തം ഷാറിങ്ങല്ല, അത് കല്ല് വെച്ചേക്കാണ്. ഇച്ചിരി ബുദ്ധി ഇതുണ്ടാവും, ഖത്തറൊക്കെ. ഏതായാലും ഞാൻ വാലിപ്പാറയിലേക്ക് ചെല്ലുവാണ്. ഈ വഴികൾക്ക് ജംഗ്ഷനും വലിയ വ്യത്യാസങ്ങളൊന്നും, കുറച്ച് കടകളൊക്കെ കൂടിയിരുന്നല്ലാണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതുപോലത്തെ വഴികൾ ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ കുറവായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ടിപ്പിക്കൽ മലയോര ഗ്രാമം എന്ന് തന്നെ തോന്നിക്കാവുന്ന ഒരു ഗ്രാമമാണ്. ഇതാ ഈ ഒരു വഴി കൂടെയാണ് ഏകദേശം 1 കിലോമീറ്റർ പോണെന്ന് പറഞ്ഞത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ എന്തൊക്കെ.
ശരിക്കും ഒരു മലയോര ഗ്രാമത്തിന്റെ തന്നെ ഒരു രീതിയാട്ടോ ഇത്. നല്ലൊരു ഇറക്ക കണ്ടോ, ഈ വാഴയും കവുങ്ങും റബ്ബറും അങ്ങനെ നാനാതരത്തിലുള്ള ജാതി, നാനാതരത്തിലുള്ള കൃഷികള്. ഈ കൂട്ടത്തില് നമ്മുടെ റംബൂട്ടാനുണ്ട്. റംബൂട്ടാന്റെ കൂടെ ഒരു കേന്ദ്രമാണിത്. ഇതാ ഏലമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്. അങ്ങനെ അതുപോലെ പൈനാപ്പിള് അവിടുത്തെ ഒരു മെയിൻ കൃഷികളിൽ ഒന്നാണ് ഈ പ്രദേശങ്ങളിലെ. കാരണം റബ്ബറിന്റെ അധികം കൂടുതലുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ വച്ചിരിക്കുന്നത് റംബൂട്ടാന്റെ ചെടികളാണ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പൈനാപ്പിൾ ഇടവിളയായിട്ട് ചെയ്തതാണ്. പൈനാപ്പിൾ തോട്ടങ്ങളുടെ ഒരു കൈലാസം ഉണ്ട്. ഞാൻ നേരെ കാണുന്നത് തന്നെ പൈനാപ്പിൾ തോട്ടത്തിലേക്കാണ്. ഇല്ലേ, കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ റബ്ബർ വയ്ക്കും. അപ്പൊ പൈനാപ്പിൾ കൃഷിക്കാർ വന്നു ആ സ്ഥലം നമുക്ക് റബ്ബർ വെച്ച് 3 വർഷം വളർത്തി തരും. 3 വർഷത്തേക്ക് അവര് സർവ്വ കാര്യങ്ങളും നോക്കും. ആ റബ്ബറിന്റെ മിക്കവാറും ഇതൊക്കെ അങ്ങനെ വച്ചേക്കുന്ന റബ്ബറുകളായിരിക്കും നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന മുഴുവൻ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ് പോന്നിട്ട് ഞാൻ ഇപ്പൊ ഏകദേശം 1.5 കിലോമീറ്ററോളം പോകുന്നു. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ കയറ്റിറക്കം വഴിയാണ്. അങ്ങനെ ഏതോ ഒരു വഴിയിലേക്ക് നിന്ന് ചാടി നേരെ ഇനി അത് അന്വേഷിച്ച് നടക്കുകയാണ്. വന്ന് വെറ്റലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിട്ടോ. എവിടെയാണോ നോക്കാതെ ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഗ്യാസ് ഏജൻസി മരിയ ഇന്ത്യൻ ഗ്രാമീൺ വിറ്റാരക് പിണ്ടിമന വെറ്റലപ്പാറ അതാണ് ഗ്യാസ് ഏജൻസി. പിന്നെ അവിടെ പോയി നോക്കാം. നമുക്ക് റെഡിയാ പോകുന്നു. ഇന്ന് കുളങ്ങാട്ടുവഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കണം. അവിടെ ചെറിയ ജംഗ്ഷനാണ്, വലിയ ജംഗ്ഷനൊന്നും അല്ല. എനിക്ക് തോന്നുന്നു ഇത് വേട്ടാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാന്ന് തോന്നുന്നു. ഞാൻ ഇതിലേയും കൂടെ ഒന്ന് പോയി നോക്കിച്ചതാ. ഉണ്ടോ ഈ കാഴ്ചകളുണ്ടോ? റബ്ബർ ബെല്ലിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വഴിക്ക്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും രാത്രിയൊക്കെ ഇതിൽ ആന ഇറങ്ങണ ആനശല്യമൊക്കെ ഉള്ള സ്ഥലമാണ്. തൊട്ടപ്പുറം വനമാണ്. പോത്താകട്ടെ ഡാമിന്റെ റിസർവോയറും കാര്യങ്ങളൊക്കെയാണ് തൊട്ടപ്പുറത്തുള്ളത്. ഉണ്ടോ, അല്ലാതെ സ്ഥലം കിടക്കുന്നതിലുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വാഴ കൃഷി. അതായത് ഇവിടെ കണ്ടോ, ഇതൊരു വലിയ പാറമടയായിരുന്നു ഇതിന്റെ അങ്ങേ സൈഡില്. അപ്പുറത്തേക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണുന്നൊരു വലിയ പാറമടയായിരുന്നു. ഇപ്പൊ ഇവിടം വരെയൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും തിരിച്ചു പോവാം. നല്ല തീരുമാനത്തില്ല. കാരണം ഇനി വല്ല ആന വല്ലതും ഇറങ്ങി വന്നിട്ട് പണിയാവും. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏത് സ്ഥലത്തേക്കാണെന്ന് എനിക്കറിയാൻ ഏതായാലും പോയി നോക്കാം. ഞാൻ പിന്നെ വേട്ടാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിയാട്ടോ. ആ ഒരു വഴിക്ക് ആണ് ഇറങ്ങി പോണത്. ഇപ്പൊ കുളങ്ങാട്ട് വഴി നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് വേട്ടാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നല്ല രസകരമായിട്ടുള്ള കുറെ സ്ഥലങ്ങളാണ്. കാഴ്ചകൾ ചിലപ്പോൾ ഒരു പക്ഷെ ആവർത്തന വിരസതയായിരിക്കും. ഞാൻ ആദ്യം ആ ഒരു മഴ ഉണ്ടെന്ന് പറഞ്ഞത് വർഷങ്ങളോളം അവിടെ കല്ലെടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അത് നിർത്തിയെന്ന് തോന്നുന്നു. മൊത്തം റബ്ബർ തോട്ടത്തിൽ നടക്കുകയാണ് വഴി. അവിടെ റബ്ബർ മരങ്ങൾ നിൽക്കണുണ്ടോ? എന്ത് രസം നോക്കി. കറക്റ്റായിട്ട് ആ ഒരേ നിരയിലും ഒരേ അച്ചുപിടിപ്പിച്ചാണ് തൈകള്. നല്ല രസമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കുറെ എസ്റ്റേറ്റുകൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ നാടിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ വേട്ടാമ്പാറ ഇടത്തോട്ട് പോകണം. അപ്പൊ മാരാപ്പാറ വലത്തോട്ട്. ഞാൻ വേട്ടാമ്പാറയ്ക്ക് ഒന്ന് പോയിച്ച് തിരിച്ച് മാലിപ്പാറയ്ക്കാണ്. ഇതിൽ ഒരു 3-4 ബസ് സർവീസ് നടത്തുന്നുണ്ട്. KSRTC ഒരു ട്രിപ്പ് പോട്ടെ. അതുപോലെ 2-3 പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ വന്നു പോകുന്നു. ഇതാണ് വേട്ടാമ്പാറ സിറ്റി എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഉള്ളൂ. ഈ കണ്ണയാണ് ബസ്സൊക്കെ തിരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകണം. തോന്നുന്നു ഇത് ഭൂതാകണ്ണിലെ വഴിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു പോവാം.
ഇത് കണ്ടോ എന്തൊക്കെ തൊടികളിൽ എന്തൊക്കെയാ വൃക്ഷങ്ങളുള്ളേ, എന്തൊക്കെ കൃഷികളാണ് ഉള്ളത്. ശരിക്കും ടിപ്പിക്കൽ ഒരു നാടൻ പഴയ, പക്ഷെ അധികവും റബ്ബർ തോട്ടത്തിന്റെ കാഴ്ചകളാണെന്ന് മാത്രം. ആക്ച്വലി റോഡ് എങ്ങനെ പോണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാര്യം നമ്മുടെ നാടാണെങ്കിൽ പോലും ഈ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. ഈ വേനൽക്കാലത്തിന്റെയും മഞ്ഞുകാലത്തിന്റെയൊക്കെ വരവറിയിച്ചുകൊണ്ട് മരങ്ങള് ഇല പൊഴിക്കില്ലേ, അങ്ങനെ ഇല പൊഴിക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിന്റെ കാഴ്ചയാണ്. ഇവിടെയാണ് വെച്ചിരിക്കുന്ന സ്ഥലം. ഇതിന്റെ അപ്പുറത്തേക്ക് വനം കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നേരെയൊക്കെ ഉള്ളു കാഴ്ചകള്. ഇവിടെ ഒരു സ്ഥലത്താണ് ബസ് തിരിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ജംഗ്ഷൻ. ഇതിന്റെ അപ്പുറത്തേക്ക് വനമാണ്. അപ്പൊ തൽക്കാലം നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ വീഡിയോ മൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നിർത്താമെന്ന് ഞാൻ പറഞ്ഞ അന്നേരമല്ല ഈ സ്ഥലം കാഴ്ച കണ്ടേ, കണ്ടോ എന്തോരും നല്ല സ്ഥലം നോക്കി, കുറെ നിലയ്ക്ക് മുകളിലേക്ക്. ഇതൊക്കെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ മാത്രം ഉള്ള കുറെ വളരെ രസകരമായിട്ടുള്ള കുറെ കാഴ്ചകളാണ്. അപ്പൊ ശരി, നമസ്കാരം എല്ലാവർക്കും. കേട്ടോ, കന്നാര നട്ടിട്ടുള്ളൂ. കന്നാരാന്ന് ഞങ്ങൾ പറയും. പൈനാപ്പിളിന്റെ മുകളിൽ കണ്ടോ, അതൊക്കെ റബ്ബർ വെട്ടി ഇറങ്ങി പോയിട്ട് അവിടെയൊക്കെ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ്. അതായത് ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ഇതൊക്കെ പൈനാപ്പിൾ വെക്കാൻ വേണ്ടി അവിടെ പൈനാപ്പിൾ നടന്നുണ്ട് ആൾക്കാര്. അതിന്റെ ഒപ്പം തന്നെ റബ്ബറും വെക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ ഞാൻ 1-2 പ്രാവശ്യം വൈൻഡപ്പ് ചെയ്തു, പക്ഷെ തീർന്നില്ല കാഴ്ചകൾ. ഇനി ചേലാട് നേരെ പോയിച്ചാൽ മതി. ചെങ്കര ഇടത്തോട്ട് തിരിച്ചു ചെങ്കര എന്നുള്ള സ്ഥലത്താ. ഇത് കേട്ടോ, പൈനാപ്പിൾ കൃഷിയുടെ കാഴ്ചകൾ അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല. റബ്ബറും പൈനാപ്പിളും ശരിക്കും ഇതൊക്കെ അടുത്തിടെ നട്ടിട്ടുള്ളൂ. റബ്ബറും കണ്ടോ കണ്ടോ, ആ വെയിലേക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കുറെ പുല്ല് അതിന്റെ മുകളിലേക്ക് വെച്ച്. കേട്ടോ, അധികമായിട്ട് ചൂടടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ മാലിപ്പാറയിലേക്ക് വീണ്ടും ചെന്നോണ്ടിരിക്കുകയാണ്. ഇനി ഏതായാലും അപ്പോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ.